നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വാഴവന്തോളിലാണ്. ഹേ ഓൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു അടിപൊളി വാട്ടർഫാൾസിലാണ്, വാഴവന്തോൾ വാട്ടർഫാൾസ്. നമ്മുടെ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണിത്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ വെള്ളച്ചാട്ടം പേപ്പാറ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണുള്ളത്. കൂടാതെ 3 തട്ടുകളായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. നല്ല കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു 2.5 കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ട് വേണം നമുക്കിവിടെ എത്തിപ്പെടാനായിട്ട്. ഒരു തവണ ഞാനിവിടെ വന്നിട്ട് എൻട്രി ടൈം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. സോ വരുന്നവർ ടൈം ഒന്ന് നോട്ട് ചെയ്തു. രാവിലെ 8:30 തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി വരുന്നത്. കൂടാതെ എൻട്രി ഫീസായിട്ട് വരുന്നത് 10 ആൾക്കാർക്ക് 1500 രൂപയാണ്. നമ്മളിപ്പോൾ സിംഗിളായിട്ട് വന്നു കഴിഞ്ഞാലും ആ 1500 രൂപയായിരിക്കും നമുക്ക് ഫീ വരുന്നത്. ഇനി കാടിനുള്ളിലെ കാഴ്ചകളും കാര്യങ്ങളും പറയാം. പ്ലാസ്റ്റിക് നിരോധിത മേഖല ആയതിനാൽ നമ്മുടെ പക്കൽ പ്ലാസ്റ്റിക് കുപ്പികളോ കവറുകളോ ഉണ്ടെങ്കിൽ അവർ അതിന് പൈസ ഈടാക്കുന്നതാണ്. തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് നമുക്കിത് കാണിക്കുകയാണെങ്കിൽ ആ അടച്ച പൈസ നമുക്ക് തിരിച്ചു തരും. ഓക്കെ, ട്രെക്കിംഗ് തുടങ്ങുമ്പോൾ അധികം ഭാരമുള്ള ബാഗുകൾ കാര്യങ്ങളൊന്നും എടുക്കാതെ ഇരിക്കുന്നതാണ് നമുക്ക് ആരോഗ്യത്തിനും നമ്മുടെ നടത്തത്തിനും നല്ലത്. പിന്നെ നമ്മുടെ ഈ കാട് ഒരു വന്യജീവി സങ്കേതമായതുകൊണ്ട് തന്നെ ഇവിടെ ആനയും കരടിയും കാട്ടുപോത്തും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ എൻട്രി ഉച്ചവരെ ആക്കിയത്. ഇവിടുത്തെ എല്ലാം പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഒരു ഗൈഡ് ഈ ഒരു ട്രെക്കിങ്ങിൻ്റെ ഉടനീളം നമ്മുടെ കൂടെ കാണും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത അഗസ്ത്യാർകൂടമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഔഷധ സസ്യങ്ങളും കാട്ടരുവികളും വിവിധ ഇനം ജീവജാലങ്ങളും ഇവിടെയുണ്ട്. കാട്ടരുവികൾക്കപ്പുറം ട്രൈബൽസ് താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും ഒരു ട്രിപ്പ് പോകുന്നത് എപ്പോഴാണ്? നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് ഒരു റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്, ഒന്ന് സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? അതെ, ഈ ട്രിപ്പ് ഞങ്ങൾ ഫ്രണ്ട്സ് കുറേ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയിപ്പോയ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രിപ്പിന് വൈബും ട്രെക്കിങ്ങിൻ്റെ ആ എനർജിയൊക്കെ ഭയങ്കര വലുതായിരുന്നു. ട്രെക്കിങ്ങിൻ്റെ കാഠിന്യമൊന്നും അതിൽ വന്നതേയില്ല. ട്രിപ്പിൻ്റെ ഇടയ്ക്ക് 1-2 കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരുപാട് വന്യജീവികളുണ്ടെന്ന് പറഞ്ഞിട്ടും ആകെ കണ്ടു കിട്ടിയത് ഒരു പൂമ്പാറ്റ മാത്രമായിരുന്നു. പിന്നെ 80-90 വയസ്സുള്ള ഒരു മുത്തശ്ശി ഞങ്ങളുടെ ഒപ്പം ട്രെക്ക് ചെയ്യാനുണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്താല്ലേ, നമ്മുടെ വൈബൊക്കെ ഒന്നുമില്ലാതായി അതിനപ്പുറം. പിന്നെ കുറേ സ്ട്രേഞ്ചേഴ്സിനെ പരിചയപ്പെട്ട് അവർ കൊണ്ടുവന്ന ഫുഡൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തന്ന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ട്രിപ്പ് ഭയങ്കര വർത്തായിരുന്നു. നമുക്ക് പോയ ആ ഒരു ടൈമിങ്ങൊക്കെ മനസ്സുകൊണ്ട് ഭയങ്കര സ്ട്രെസ് റിലീഫ് പോലെ എനിക്ക് തോന്നി. സോ ഞാൻ ഈ ഒരു ട്രെക്കിംഗ് വല്ലാണ്ട് എൻജോയ് ചെയ്തത്. നിങ്ങൾ ആരെങ്കിലും വാഴവന്തോൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം വിട്ടോ. അപ്പോൾ എന്നാൽ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.